ക്രിസ്ത്യൻ ലൈവിൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് യഹൂദൻ ചുവന്ന പശുക്കിടാവിനെ യാഗം കഴിക്കുന്ന വിഷയം. മൂന്നാം ദേവാലയം യഹൂദൻ പണിയുന്നതിന് മുൻപായി അവന് ഈ യാഗം നടത്തി അതിൻ്റെ ഭസ്മമെടുത്ത് ദേവാലയ ശുദ്ധീകരണം നടത്തും. ആയതിനാൽ യഹൂദൻ കാലങ്ങളായി ഒരു ചുവന്ന പശുക്കിടാവിനെ അന്വേഷിക്കുകയാണ്. ഈ പശുക്കിടാവ് സാധാരണ ഒരു ചുവന്ന പശുക്കിടാവ് ആയിരിക്കരുതെന്നും അതിൻ്റെ ഒരു രോമം പോലും മറ്റൊരു നിറമില്ലാത്തതും പക്ഷികൾ അതിൻ്റെ പുറത്ത് ഇരിക്കാത്തതും വസ്ത്രങ്ങൾ അതിന്മേൽ ഇട്ടിട്ടില്ലാത്തതും ആരും അതിൽ കയറിയിട്ടില്ലാത്തതും നുകം വെച്ചിട്ടില്ലാത്തതും ഊനമില്ലാത്തതുമായിരിക്കണമെന്ന് തുടങ്ങി ചില വ്യവസ്ഥകളുണ്ടായിരുന്നു. അങ്ങനെ പശുക്കിടാവിനെയാണ് യഹൂദൻ കാലങ്ങളായി അന്വേഷിക്കുന്നത്. പശുക്കിടാവിനെ യാഗം കഴിക്കുന്ന യഹൂദൻ്റെ ഈ യാഗം സർവശക്തനായ ദൈവം മോശ മുഖാന്തരം ഇസ്രായേൽ മക്കൾക്ക് നൽകിയിരുന്ന യാഗങ്ങൾക്കിടയിൽ വളരെ പ്രത്യേകതയുള്ളതും വിശേഷമായതുമായൊരു യാഗമായിരുന്നു. സംഖ്യാപുസ്തകം 19 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ ഈ യാഗത്തെക്കുറിച്ച് പരാമർശിക്കുന്നു. ഇസ്രായേലിലെ ഒരു വ്യക്തി ശവത്താൽ അശുദ്ധനായി തീർന്നാൽ 7 ദിവസം അശുദ്ധനായി പാർക്കുകയും ആ ദിവസങ്ങളിൽ 3-ാം ദിവസവും 7-ാം ദിവസവും ആ വ്യക്തി ശുദ്ധീകരിക്കപ്പെടുകയും ചെയ്യണമെന്നുള്ളത് ദൈവത്തിൻ്റെ വ്യവസ്ഥയാണ്. അതിനായി ലക്ഷണമുള്ളൊരു ചുവന്ന പശുക്കിടാവിനെ പുരോഹിതനായ ഏലിയാസിൻ്റെ നേതൃത്വത്തിൽ യാഗം കഴിച്ച് അതിൻ്റെ രക്തം സമാഗമന കൂടാരത്തിൽ മുൻവശത്ത് 7 പ്രാവശ്യം തളിച്ച ശേഷം ആ പശുക്കുട്ടിയുടെ ഉടലും തോലും ചാണവും തീക്കകത്ത് തന്നെ ഇട്ട് ചുടുകയും അതിനോടൊപ്പം ഈസോപ്പോ ദേവദാരു ചുവപ്പ് നൂൽ എന്നിവ എടുത്ത് അതിൻ്റെ കൂടെ ഒരുമിച്ചിട്ട് ചുട്ട് ഭസ്മീകരിച്ച് ഭസ്മമാക്കി ആ ഭസ്മം വെടിപ്പുള്ള ഒരു സ്ഥലത്ത് മാറ്റിവെക്കുകയും ചെയ്യണം എന്നുള്ളതായിരുന്നു യാഗത്തിൻ്റെ വ്യവസ്ഥ. അതിനായിട്ട് ഉറവ വെള്ളത്തിൽ അല്ലെങ്കിൽ ഒഴുക്ക് വെള്ളത്തിലുള്ള ഈ പശുഭസ്മം ചേർത്ത് അങ്ങനെ ഭസ്മം ചേർത്ത് വെള്ളം ശവത്താൽ അശുദ്ധനായ വ്യക്തിയുടെ മേൽ തളിക്കപ്പെട്ട് അദ്ദേഹം ശുദ്ധിയുള്ളവനായി മാറും. യെരുശലേം ദേവാലയത്തിൻ്റെ അടുത്തുള്ള ശീലോഹോ കുളത്തിൽ നിന്നാണ് ഈ വെള്ളം അതിനായിട്ട് എടുക്കുന്നത്. 7 ദിവസം അശുദ്ധനായിരിക്കുന്ന ഒരു വ്യക്തി 3-ാം ദിവസവും 7-ാം ദിവസവും ഇപ്രകാരം പശുഭസ്മം കലക്കിയ വെള്ളത്താൽ ശുദ്ധനാവുകയും 7-ാം ദിവസം വ്യക്തി വസ്ത്രം അലക്കി കുളിച്ച് സന്ധ്യയ്ക്ക് അവൻ പൂർണ്ണമായും ശുദ്ധനായിത്തീരുകയും ചെയ്യണമെന്നായിരുന്നു. ചുവന്ന പശുക്കിടാവിൻ്റെ യാഗം കാൽവരി ക്രൂശിലെ യേശു ക്രിസ്തുവിൻ്റെ പാപപരിഹാര ബലിയുടെ നിഴലാണ്. നിർദോഷവും വിലയേറിയതുമായ രക്തം കൊണ്ടാണ് യേശു നമ്മെ വീണ്ടെടുത്തിരിക്കുന്നത്. ശുദ്ധീകരണത്തിനായുള്ള പശുക്കിടാവ് പാളയത്തിൻ്റെ പുറത്ത് വെച്ച് അറുക്കപ്പെട്ടത് അതുപോലെ തന്നെ നമ്മുടെ കർത്താവും തൻ്റെ രക്തത്താൽ നമ്മെ വിശുദ്ധീകരിക്കേണ്ടതിന് നഗരവാതിലിൻ്റെ പുറത്ത് വെച്ച് കഷ്ടമനുഭവിച്ചു. പാളയത്തിന് വെളിയത്തിൽ വെച്ച് പശുക്കിടാവിനെ യാഗം നടത്തുന്നതിൻ്റെ കാരണവും പാളയം ദൈവതേജസ് ഇറങ്ങി വരുന്ന കാലമാണ്. ആ ദൈവതേജസ് ഇറങ്ങിയിരിക്കുന്ന സ്ഥലത്ത് പാപപരിഹാരത്തിനായുള്ള യാഗം പോലും ദൈവതേജസ് ഇറങ്ങി വരുന്ന സ്ഥലത്ത് പാളയത്തിൻ്റെ വെളിയിൽ വെച്ചാണ് നടത്തുന്നത്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണവും പാളയത്തിൻ്റെ പുറത്ത് വെച്ച് തന്നെയായിരുന്നു. കാലങ്ങൾ ഒരുപാട് കഴിഞ്ഞതിന് ശേഷം യഹൂദന്മാർ ഈ യാഗത്തെ കുറേ കൂടി പരിഷ്കരിക്കുവാനിടയായി. ഈ യാഗം കഴിക്കുവാനുള്ള പശുക്കിടാവ് കൃത്രിമമായി ഏതെങ്കിലും വിധത്തിൽ ഉളവാക്കപ്പെട്ട ഒരു പശുക്കിടാവായിരിക്കരുതെന്നുള്ളത്, അത് പിന്നെയോ സ്വാഭാവികമായി ജനിക്കപ്പെട്ട ഒരു പശുക്കിടാവായിരിക്കണം എന്നുള്ളതും വളരെ നിർബന്ധമാണ്. എല്ലാ ലക്ഷണമൊത്ത ഒരു പശുക്കിടാവിനെ കണ്ടെത്തിക്കഴിഞ്ഞാൽ യാഗദിവസം വരെ പുരോഹിതൻ അതിനെ വീക്ഷിച്ചുകൊണ്ടിരിക്കും. എന്തെങ്കിലും കുറവുകൾ ഉണ്ടാകുന്ന പക്ഷം ആ പശുക്കിടാവിനെ യാഗം കഴിക്കത്തില്ല. ഈ യാഗം കഴിക്കുന്ന ആളും ശവങ്ങളുമായി ഒരു സ്പർശനവും പാടില്ല എന്നുള്ളതും ഒരു നിയമമാണ്. കല്ലുകൊണ്ടുള്ള ഉപകരണങ്ങളായിരുന്നു ഈ യാഗത്തിന് ഉപയോഗിച്ചിരുന്നത്. മോശയുടെ കാലം മുതൽ AD 70 വരെ ഇങ്ങനെ യെരുശലേമിലെ 2-ാം ദേവാലയത്തിൻ്റെ തകർച്ച വരെ 9 പശുക്കിടാങ്ങളെ മാത്രമേ യഹൂദൻ യാഗം കഴിച്ചിട്ടുള്ളൂ. 1135 മുതൽ 1204 വരെ ജീവിച്ചിരുന്ന മൊമോനിയോഡീസ് എന്ന യഹൂദ റബ്ബിയുടെ അഭിപ്രായത്തിൽ ഇനി നടക്കാൻ പോകുന്ന 10-ാമത്തെ പശുക്കുട്ടിയുടെ യാഗം ഇസ്രായേൽ കാത്തിരുന്ന മശിഹ തന്നെ ചെയ്യും. യഹൂദൻ 3-ാം ദേവാലയം പണിയപ്പെടുമെന്ന് പലരും പറയപ്പെടുന്നത് സത്യം തന്നെയാണ്. പക്ഷേ അതിനു മുമ്പ് ജനിക്കപ്പെട്ട സകല ദൈവമക്കളും ഉൾപ്പെടുന്ന ദൈവസഭ ഈ ലോകത്തു നിന്നും എടുക്കപ്പെടും. യഹൂദൻ അവൻ്റെ 3-ാം ദേവാലയം പണിയപ്പെടുക തന്നെ ചെയ്യും. മഹോദരവകാലത്ത് യെരുശലേമിന് ദേവാലയം ഉണ്ടാകുമെന്നുള്ള തിരുവെഴുത്തുകൾ നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും. മത്തായിയുടെ സുവിശേഷം 24:15 യേശു പറഞ്ഞു, എന്നാൽ ദാനിയേൽ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തതുപോലെ ശൂന്യമാകുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്ത് നിൽക്കുന്ന നിങ്ങൾ കാണുമ്പോൾ വായിക്കുന്നവർ ചിന്തിച്ചു കൊള്ളട്ടെ. മാത്രമല്ല 2 തെസ്സലോനിക്കർ 2:4 ഇവൻ നാശയോഗ്യനും അധർമ്മമൂർത്തിയുമായവൻ ദേവാലയത്തിലിരുന്നു കൊണ്ട് ദൈവമെന്നടിച്ച് ദൈവമെന്നോ പൂജാവിഷയമെന്നോ പേരുള്ള സകലത്തിനും മീതെ തന്നെത്താൻ ഉയർത്തുന്ന എതിരാളി എന്നത്രേ അന്തിക്രിസ്തുവിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഇവിടെയും അന്ത്യകാലത്ത് യെരുശലേമിൻ്റെ ദേവാലയം ഉണ്ടായിരിക്കുമെന്നുള്ളതാണ് കാണുന്നത്. ദേവാലയത്തിൽ ഈ വാക്യങ്ങളൊക്കെ കാണുന്ന ആലയങ്ങളെന്ന് പറയുന്നത് 3-ാം ദേവാലയമാണ്.
അങ്ങനെ ഒരു മൂന്നാം ദേവാലയം നിർമ്മിക്കണമെങ്കിൽ അത് നിർമ്മിക്കുന്ന സ്ഥലവും പരിസരവും ശുദ്ധീകരിക്കുവാൻ പശുക്കിടാവിൻ്റെ ഭസ്മം അല്ലെങ്കിൽ വെള്ളം കലർത്തിയ പശുക്കിടാവിൻ്റെ ഈ ഭസ്മം യഹൂദന് അത്യാവശ്യമാണ്. അവർ നാളുകളായി ലക്ഷണമൊത്തൊരു ചുവന്ന പശുവിനെ പ്രതീക്ഷിച്ചുകൊണ്ട് നോക്കിയിരിക്കുകയാണ്. അത് ജനിക്കുന്നത് വളരെ അപൂർവമായതിനാൽ അവർക്ക് പെട്ടെന്ന് ഒന്നും അതിനെ ലഭിക്കുവാൻ കഴിയുന്നില്ല. ടെമ്പിൾ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നൊരു സംഘടന യെരുശലേമിലെ മൂന്നാമത്തെ ദേവാലയം നിർമ്മിക്കുവാൻ എരിവോടെ കാത്തിരുന്നു. അവർ ലക്ഷണമൊത്തൊരു പശുക്കിടാവിനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിലുള്ളൊരു പശുക്കിടാവിനെ 1997 2002 കണ്ടെത്തിയതായി അവർ ആദ്യം അറിയിച്ചു. എങ്കിൽ പിന്നീട് അത് ലക്ഷണമൊത്തതല്ല എന്ന് പറഞ്ഞ് അതിനെ ഒഴിവാക്കി. ഇപ്പോൾ അവർ ജനറ്റിക് സയൻസ് ഉപയോഗിച്ച് ഒരു ചുവന്ന പശുക്കിടാവിനെ ജനിപ്പിക്കുവാൻ പോവുകയാണ്. അമേരിക്കയിലെ ടെക്സസിലെ ചില ആടുവളർത്തൽ കേന്ദ്രങ്ങൾ ഇത്തരം ശ്രമങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ള അറിവ് ലഭിക്കുന്നുണ്ട്. അത്തരം ശ്രമങ്ങളൊന്നും നടക്കുകയില്ല. കാരണം ചുവന്ന പശുക്കിടാവിനെ യാഗം കഴിക്കേണ്ടുന്ന സമയത്ത് ദൈവം തന്നെ അതിനെ ക്രമീകരിക്കും. അതിന് മനുഷ്യന് സാധ്യമല്ല. ടെമ്പിൾ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന സംഘടനയുടെ അംഗങ്ങൾ 1967 മുതൽ ദേവാലയം പുനഃസൃഷ്ടിക്കപ്പെടുന്നതിനായി തീവ്രമായി നോക്കുകയാണ്. എന്നാൽ അതിനുള്ള തടസ്സം ഒരു കാലത്ത് ദേവാലയം സ്ഥിതി ചെയ്തിരുന്ന ടെമ്പിൾ മൗണ്ട് എന്ന സ്ഥലത്ത് ടോം ഓഫ് റോക്ക് എന്ന മുസ്ലിം ദേവാലയമാണിപ്പോൾ ഉള്ളത്. മൂന്നാം ദേവാലയത്തിലേക്ക് ആവശ്യമായ അനേക കാര്യങ്ങൾ ഇപ്പോൾ തന്നെ യഹൂദന്മാർ ക്രമീകരിച്ചു വെച്ചിട്ടുണ്ട്. തങ്ങളുടെ ദേവാലയത്തിൽ ഉപയോഗിക്കാനുള്ള പാത്രങ്ങൾ, ലേവി പുരോഹിതന്മാരുടെ വസ്ത്രങ്ങൾ ഇവയെല്ലാം തയ്യാറായി കഴിഞ്ഞു. ദേവാലയത്തെ ശുശ്രൂഷിക്കാനുള്ള 500 പുരോഹിതന്മാർ പ്രത്യേകമായി പരിശീലനം ലഭിച്ച് അവരും റെഡിയായിട്ട് നിൽക്കുകയാണ്. ആലയത്തിലെ ശുശ്രൂഷകൾ ആരംഭിക്കണമെങ്കിൽ അതിനു മുമ്പ് ചുവന്ന പശുക്കിടാവിൻ്റെ യാഗവും വെള്ളത്തിൽ കലർത്തിയ അതിൻ്റെ ഭസ്മം കൊണ്ടുള്ള ശുദ്ധീകരണം ആവശ്യമാണ്. യഹൂദൻ ദേവാലയം പണിയുന്നതിന് മുമ്പ് ഇത്തരത്തിലുള്ള ഒരു ശുദ്ധീകരണ പ്രക്രിയ നടക്കുമെന്ന് യെഹെസ്കേൽ പ്രവാചകൻ പ്രവചിച്ചിട്ടുണ്ട്. യെഹെസ്കേൽ പ്രവചനം 36-25 മുതൽ 26 വരെയുള്ള വാക്യങ്ങളിൽ ഞാൻ നിങ്ങളുടെ മേൽ നിർമ്മല ജലം തളിക്കുമെന്ന് നിങ്ങൾ നിർമ്മലരായിത്തീരുമെന്ന് ഞാൻ നിങ്ങളുടെ സകല മലിനതയും സകല വിഗ്രഹങ്ങളെയും നീക്കി നിങ്ങളെ നിർമ്മലീകരിക്കുമെന്നും നാം വായിക്കുന്നുണ്ട്. എബ്രായ ലേഖനം 9-14-15 വാക്യങ്ങളിൽ ആട്ടുകൊറ്റന്മാരുടെയും കാളകളുടെയും രക്തവും മലിനമാക്കപ്പെട്ടവരുടെ മേൽ തളിക്കുന്ന പശുഭസ്മവും ജഡീക ശുദ്ധി വരുത്തുന്നു എങ്കിൽ പരിശുദ്ധാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിൻ്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ നിങ്ങളുടെ മനസ്സാക്ഷികളുടെ നിർജീവ പ്രവൃത്തികളെ പോക്കി എത്രയധികം ശുദ്ധീകരിക്കുമെന്ന വാക്യം നാം വായിക്കുന്നു. ആകയാൽ പ്രിയ ദൈവമക്കളെ, നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ യേശു കർത്താവിൻ്റെ മടങ്ങിവരവ് ഏറ്റവും വാതിക്കലെത്തി നിൽക്കുകയാണ്. ഈ സംഭവവികാസങ്ങളെല്ലാം നമ്മെ പഠിപ്പിക്കുന്നതായ ഒരു സത്യം അതാണ്. ആയതിനാൽ നമുക്കെല്ലാവർക്കും വിശുദ്ധിയോടെയും ഭക്തിയോടെയും കർത്താവിൻ്റെ വരവിനെ നോക്കി പാർക്കുവാൻ നമുക്ക് സർവശക്തനായ ദൈവം നമുക്ക് കൃപ തരട്ടെ എന്ന് പ്രാർത്ഥനയോടെ നിർത്തുന്നു. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.